ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്വത്തുമോഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെട്ട് ഏതാണ്ട് 8 പേരെ പ്രതിയാക്കുകയും സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് ആരോപിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. എന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ള മറ്റു പ്രതികളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നില്ലാത്തത്? ഓരോ സാധാരണ പൗരന്റെയും മനസ്സിലുള്ള ചോദ്യമാണിത്. നേരെ മറിച്ച് ഏതെങ്കിലും സാധാരണ കള്ളന്മാരാണ് ഈ സ്വർണം കട്ടുകൊണ്ടു പോയിരുന്നതെങ്കിൽ അതിലൊരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ അന്വേഷണം പൂർത്തിയായിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുമായിരുന്നു. 1ഉം 2ഉം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കൊള്ള നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നതായുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കോടതി എന്തുകൊണ്ടാണ് ഉറക്കം നടിക്കുന്നത്? ഇത്രയും തെളിവുകൾ കോടതിയുടെ പക്കലുണ്ടായിട്ടും ദേവസ്വം ക്ഷേത്രങ്ങളിലെ 2014 മുതൽ 2025 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എന്തുകൊണ്ട് കോടതി ആവശ്യപ്പെടുന്നില്ല? കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ ദേവന് സമർപ്പിച്ചിട്ടുള്ള പണമാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പിടിച്ചെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കോടതി തയ്യാറാവണം. അല്ല എങ്കിൽ നിയമവ്യവസ്ഥിതിയിൽ സാധാരണ ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു സൈക്കിൾ കള്ളനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലീസുകാർ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതികളെ കോടതി ചൂണ്ടിക്കാണിച്ചു തന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ പതുങ്ങിപ്പോയി ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയതല്ല. കൃത്യമായ ആസൂത്രണത്തിന്റെ മറവിലാണ് കൊള്ള നടന്നിട്ടുള്ളത്. ഭരണകൂടത്തിനും മന്ത്രിമാർക്കും കൊള്ളയിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് തെറ്റ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ കൊള്ളകളാണ്. അല്ലാതെ ഒരു ഹിജാബ് വിഷയം എടുത്തിട്ടാൽ സ്വർണ്ണക്കൊള്ള ഭക്തജനങ്ങൾ മറന്നുപോകുമെന്ന് പിണറായി സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് മൂഢത്വമാണ്.